നമസ്കാരം. എറണാകുളം ജില്ലയിലെ മുനമ്പ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഏറെക്കാലത്തെ ഒരു പ്രക്ഷോഭത്തിൻ്റെ കൂടി ഫലമായിട്ട് ഉണ്ടായതാണ്. അവർക്ക് കരമടയ്ക്കാം എന്നുള്ള, അവരുടെ ഭൂമിയിൽ കരമടയ്ക്കാം എന്നുള്ള ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ്. എന്നാൽ അത് സുപ്രീം കോടതി വിധിയെ ആസ്പദമാക്കിയായിരിക്കും, അതിൻ്റെ ഭാവിയിലെ കാര്യങ്ങളനുസരിച്ചായിരിക്കും ഇനി ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുക. പക്ഷേ ഇപ്പോൾ അവർക്ക് കരമടയ്ക്കാം എന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് വളരെ നിർണായകമായ ഒന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള വിഷയത്തിലാണ് തർക്കം നടക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. മുനമ്പത്ത് ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി ഒരു ഭാഗത്തും വഖഫ് ഭൂസംരക്ഷണ സമിതി മറ്റൊരു ഭാഗത്തുമായൊക്കെ തന്നെ നടന്ന നിരവധി നിയമപോരാട്ടങ്ങളും അല്ലാതെ പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പ്രാദേശിക CPM നേതാക്കളൊക്കെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയെന്ന് മാത്രമല്ല അവിടെ എല്ലാം ഫ്ലെക്സ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് തങ്ങളുടെ വിജയമാണ്, പിണറായി സർക്കാരിൻ്റെ വിജയമാണ് ജനങ്ങൾക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞതെന്നുള്ള ഒരു പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ സമരത്തിറങ്ങിയ ഭൂസംരക്ഷണ സമിതി പോലും ഉഡായിപ്പ് കാണിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വലിയൊരു രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എറണാകുളത്ത് ലത്തീൻ കത്തോലിക്ക സഭ ഈ സമരത്തിലൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിരുന്നു എങ്കിൽ പോലും അവർക്കും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. കാരണം ലത്തീൻ സഭ എക്കാലത്തും പിന്തുണച്ചിരുന്നത് UDF നെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനെയാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ ഉൾപ്പെട്ട ലീഗ് ഒരു വലിയ തടസ്സമായി അവിടെ മാറിയിരുന്നു. ലീഗിനെ പിണക്കുന്നത് ഉചിതമായിരിക്കില്ല എന്നുള്ള നേതാക്കളുടെ നിർദ്ദേശം കൂടി അനുസരിച്ചായിരിക്കാം അവർ അത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ നടത്തിയതായി സ്വാഭാവികമായി എല്ലാവരും സംശയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ സമരത്തിൽ അവർ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ വേഗത കുറവായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. CPM സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഇനി കോടതി തീരുമാനിക്കും, ഇത് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്നുള്ളൊരു നിലപാടാണ് ആദ്യം മുതലേ സ്വീകരിച്ചത്. എറണാകുളത്തെ MP ആയ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വല്ലാത്ത വെട്ടിലായൊരവസ്ഥയിലായിരുന്നു. ജനങ്ങളൊക്കെ തന്നെ ഇവർക്ക് എതിരാകുന്ന ഒരവസ്ഥ വന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ ചോദിക്കാനുള്ള ഒരു പ്രസക്തമായ ചോദ്യം ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ളതാണ്. ഈ വിജയത്തിൻ്റെ അവകാശികൾ ആരാണ്? ഈ വിജയത്തിൻ്റെ അവകാശികൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ മുൻപത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ്. അവരുടെ ജീവിതമാണ് മാറ്റിമറിക്കപ്പെട്ടത്. അവർക്കൊരു ലോൺ എടുക്കാനോ അതുപോലെ എന്തെങ്കിലും കാര്യത്തിന് അവരുടെ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു, കൈമാറ്റം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. 2022 മുതൽ അവർ ഈ ഒരു ദുരിതം നേരിടുകയായിരുന്നു. 2019 ഈ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് എങ്കിൽ പോലും 2022 നികുതി അടയ്ക്കാൻ എത്തിയവരോട് ഇനി നികുതി അടയ്ക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഭൂമി അല്ല ഇതെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. പിണറായി സർക്കാരിന് ക്രെഡിറ്റ് അവകാശപ്പെടാൻ നടക്കുന്നവർ ഓർക്കേണ്ട കാര്യം, ഇതേ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആളുകളിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ഏതായാലും ഈ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട 2 പേരുകളുണ്ട്. അത് ഒന്ന് ഫാദർ ജോഷി മയ്യാറ്റിൽ എന്ന് പറയുന്ന ഒരു വൈദികനാണ്. മറ്റൊരാൾ സ്റ്റാലിൻ ദേവൻ എന്ന സെക്രട്ടേറിയറ്റിലെ നിയമ വകുപ്പിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2 പേരും ഇല്ലായിരുന്നു എങ്കിൽ കേസിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം വഖഫ് ട്രിബ്യൂണൽ, അത് വഖഫിൻ്റെ കോടതി പ്രവർത്തിക്കുന്നത് കോഴിക്കോട്ടാണ്. ഇത് സംബന്ധിച്ച് നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ മുനമ്പത്തെ ആരും കക്ഷി ചേർന്നിരുന്നില്ല എന്നുള്ളത് പിന്നീട് പുറത്തറിഞ്ഞ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതിനുശേഷമാണ് പിന്നീട് നിയമപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന നിലപാടിലേക്ക് പിന്നീട് അവിടുത്തെ സംഘടനകളും അവിടുത്തെ സമുദായ സംഘടനകളും എല്ലാവരും പള്ളിയൊക്കെ തന്നെ എത്തിച്ചേർന്നത്. അങ്ങനെയാണ് കേസ് നടത്തിക്കൊണ്ട് പോകുമായിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പോലും ജനങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെ രാഷ്ട്രീയം വന്നു, BJP അവിടെ എത്തുകയും അവർ അവിടെ സമരം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ കോടതി സമീപിക്കാനും ഒക്കെ തന്നെ മുന്നിൽ നിന്ന ഒരു സമയത്താണ് വഖഫ് ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. മുനമ്പത്തെ ജനങ്ങളോട് പിന്തുണ പ്രഖ്യാപിക്കുകയും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്ത ഒരൊറ്റ കോൺഗ്രസ് MP അല്ലെങ്കിൽ UDF MPമാർ പോലും പാർലമെൻറ്റിലെത്തിയപ്പോൾ മിണ്ടാതിരുന്നു എന്നുള്ള കാര്യം അവിടെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഏതായാലും നമ്മളത് ചുരുക്കി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ശ്രീ സ്റ്റാലിൻ ദേവൻ അദ്ദേഹം നേരത്തെ തന്നെ കൊച്ചിയിലെത്തുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള പലരും ഇനി കോടതി ഹാജരാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. അദ്ദേഹം അടിയന്തരമായി ചെയ്തത് അഡ്വക്കേറ്റ് കൃഷ്ണൻ ഉണ്ണി എന്ന ഹൈക്കോടതിയിലൂടെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തുകയും ഈ കേസ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഇന്നലെ
ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി വിശദീകരിക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്, ഈ മറ്റു കക്ഷികൾക്ക് വേണ്ടി ആരും തന്നെ അവിടെ ഹാജരായിരുന്നില്ല. എന്തിന് സർക്കാർ അവാഷൻ പോലും ഹാജരായിരുന്നില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ചില സംശയങ്ങളിലേക്കാണ്, ദുരൂഹതകളിലേക്കാണ്. ആദ്യം മുതൽ തന്നെ ഇതിൽ മൊത്തത്തിലൊരു ഉടായ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഒപ്പം സ്റ്റാലിൻ ദേവനും അതുപോലെ ഫാദർ ജോഷി മാറ്റിലൊക്കെ തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു, തങ്ങൾ മുൻകൈ എടുത്ത് ഇതിനു വേണ്ടി ഇറങ്ങിയില്ലെങ്കിൽ ഇത് നഷ്ടപ്പെടും എന്നുള്ള കാര്യം. അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണി തൻ്റെ വാദങ്ങൾ വളരെ കൃത്യമായി തന്നെ അവിടെ ഉന്നയിച്ചിരുന്നു. കോടതിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ ഈ വഖഫ് സംരക്ഷണ സമിതിക്കാർ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി അത് പരിഗണിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ തള്ളിക്കളയുക കൂടെ ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് കൃത്യമായി അവിടെ നിലനിൽക്കും. പിന്നീട് ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ നിലനിൽക്കുന്ന കേസ് പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. കാരണം അവിടുന്ന് ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഇവിടുത്തെ നിയമം. അതനുസരിച്ച് പിന്നെ മുനമ്പത്തുകാർ ഭയക്കേണ്ട കാര്യമില്ല. ഏതായാലും നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മുനമ്പത്തുകാർക്ക് അനുകൂലമായൊരു നിലപാട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ രണ്ടുപേരെയും, സ്റ്റാലിൻ ദേവനെയും അതുപോലെ ഫാദർ മയ്യാറ്റിലിനെയൊക്കെ തന്നെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഇവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥയോടുകൂടി തന്നെയാണ് രംഗത്തിറങ്ങിയത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ ഭൂസംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാം തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ തന്നെ ഈ നീക്കങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മറുനാടൻ മലയാളിയും എക്കാലത്തും അവിടെ നിന്നിരുന്നത്. ആദ്യകാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയ ഒരുപക്ഷെ കേരളത്തിലെ ഏക മാധ്യമം മറുനാടൻ മലയാളി തന്നെയായിരുന്നു. ഒപ്പം സ്റ്റാലിൻ ദേവൻ്റെയും മയ്യാറ്റിൽ അച്ഛൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടന്ന ആ നിയമപരമായ നീക്കങ്ങളും ഇതിന് ഏറെ ആക്കം കൂട്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ്, ഈ കോടതി ഉത്തരവിൽ ജനങ്ങൾക്കുണ്ടായ ഈ ഒരു വലിയ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ CPM-ഓ കോൺഗ്രസോ BJP ആരും തന്നെ വരേണ്ടതില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് ഈ രണ്ട് പേരിലും അവിടുത്തെ ജനങ്ങളുടെയും പേരിലും മാത്രം നമുക്ക് സമർപ്പിക്കാം.